Friends. പ്രിൻസ്, ഇത് വെച്ചോ. പള്ളിയിൽ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയാണ്. കർത്താവിന് മെഴുകുതിരി കത്തിച്ച് നല്ലവണ്ണം പ്രാർത്ഥിക്കണം. താങ്ക് യു പപ്പ, ഞാൻ മനസ്സിൽ തൊട്ട് പ്രാർത്ഥിച്ചോളാം. ഗുഡ് മോർണിംഗ് തോമസ് അങ്കിൾ. ഗുഡ് മോർണിംഗ് പ്രിൻസ്. എല്ലാവരും ഉണ്ടല്ലോ. തോമസ് അങ്കിൾ, വേഗം പള്ളിയിൽ കേറാൻ നേരായി. ദേ പിടിച്ചോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്താ ആശ്വാസല്ലേ? അതെ അതെ, എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഭക്ഷണം കഴിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും മാത്രമേ ഇത്ര ആശ്വാസം കിട്ടൂ. ഇനി എന്താ പരിപാടി? എന്റെ വീട്ടിൽ പോകാം. പപ്പ പുതിയ ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് കളിക്കാം. ഹോ, ടോയ്സ് എന്നും കളിക്കുന്നതല്ലേ. നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഐഡിയ, നമുക്ക് പോയി നല്ല ചിക്കൻ സാൻഡ്വിച്ച് കഴിക്കാം. എന്താ? ഷോ, എന്ത് പറഞ്ഞാലും ഈ ഒരു കാര്യം മാത്രമേ ഇവന് തോന്നൂ. അതിലും വലിയ രസമുള്ള കാര്യം വേറെന്താ ഉള്ളത്? നമുക്ക് കാർണിവൽ കാണാൻ പോകാം. കാർണിവലിന് പോകാം, നല്ല ഐഡിയ. പക്ഷേ എന്താ പ്രിൻസ്? പക്ഷെ ടിക്കറ്റ് എടുക്കാനും റൈഡ്സിൽ കയറാനും നമ്മുടെ കയ്യിൽ കാശ് തികയില്ല റോമാക്സ്. അയ്യോ, അത് ശരിയാണല്ലോ. ഉള്ള കാശും കൊണ്ട് കാൻഡിൽസ് വാങ്ങിച്ചു. ശരിയാ, കുറച്ച് മിച്ചം വെച്ചിരുന്നെങ്കിൽ നമുക്ക് കാർണിവലിന് പോകാമായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മുഴുവൻ കാശിനും വാങ്ങാതെ കുറച്ച് മേടിച്ചാൽ മതിയായിരുന്നു. അത് ശരിയാണോ റോമേക്സ്? അല്ല, അത് ശരിയല്ല. ദൈവത്തിന് വേണ്ടിയാണ് നമ്മുടെ വീട്ടിൽ നിന്നും കാശ് തന്നു വിട്ടത്. അപ്പോ അത് വേറെ കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് കാശ് തന്നു, പക്ഷേ അവർ അറിയുന്നില്ലല്ലോ നമ്മൾ എത്ര മെഴുകുതിരി മേടിച്ചെന്ന്. അപ്പൊ പിന്നെ നമുക്ക് ആ കാശ് കൊണ്ട് അടിച്ചു പൊളിക്കാം. യാഹൂ! അത് ശരിയാണല്ലോ. അത് ശരിയല്ല. കള്ളം ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ശരി, എങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് കിട്ടുന്ന പകുതി കാശ് കൊണ്ട് മെഴുകുതിരി വാങ്ങിക്കാം.
നാളേക്ക് കാർണിവലിന് പോകുവാൻ നമുക്ക് മാറ്റിവെക്കാം. അടിപൊളി ഐഡിയ പ്രിൻസ്. ആദം, നീയും സ്റ്റെഫിയും പോയി മെഴുകുതിരി വാങ്ങിച്ചാ മതി. നമുക്കത് വീതിച്ചെടുക്കാം. ഗുഡ് മോർണിംഗ് സ്റ്റെഫി. ഗുഡ് മോർണിംഗ് ആദം. ഗുഡ് മോർണിംഗ് ജോസഫ് അങ്കിൾ. അവർ വന്നില്ല. ഒന്ന് വേഗം തരൂ അങ്കിൾ. എല്ലാം ഓക്കേ അല്ലേ? എല്ലാം ഓക്കെ. പക്ഷേ ആ ജോസഫ് അങ്കിൾ നിങ്ങളെ ചോദിച്ചു. എന്നിട്ടെന്താ? ഞാനൊരു അടിപൊളി നുണ പറഞ്ഞു. നിങ്ങൾ വന്നില്ലെന്ന്. കണ്ടോ, നമ്മൾ ഒരു കളവ് ഒളിപ്പിക്കാൻ എത്ര കളവുകളാണ് പറയുന്നത്. കളവ് പറയുന്നത് പാപമല്ലേ? അതൊന്നും സാരമില്ല സ്റ്റെഫി. അതെ അതെ, കാർണിവലിന് പോകാൻ വേണ്ടിയല്ലേ, സാരമില്ല. നാളെയും കൂടി കാശ് മാറ്റി വെച്ചാൽ നമുക്ക് കാർണിവലിനും റൈഡ്സിലും കയറാനുള്ള എമൗണ്ട് ആവും. കൂട്ടുകാരെ, ഇവർ ചെയ്യുന്നത് ശരിയാണോ? പറയൂ. അതെ, ഇവർ ചെയ്യുന്നത് ശരിയല്ല. അപ്പോ ദൈവം തന്നെ ഇവരെ ഒരു പാഠം പഠിപ്പിക്കും. അതോടൊപ്പം നമ്മളെയും. റോമാക്സിനെ കാണുന്നില്ലല്ലോ. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഇന്നിവൻ ലേറ്റായ ആകെ കുഴയും. കാർണിവലില് പോയി വേഗം വീട്ടിലെത്തണം, അല്ലെങ്കിൽ പിടിക്കപ്പെടും. സോറി കൂട്ടുകാരെ, വീട്ടിൽ കുറച്ച് എക്സ്ട്രാ നുണകൾ പറയേണ്ടി വന്നു. ഇന്ന് നമ്മൾ ലേറ്റ് ആകില്ലേ കാർണിവലിൽ നിന്ന് തിരിച്ചു വരുമ്പോ? അതെ, ഞങ്ങളും ഓരോ നുണകൾ പറഞ്ഞാണ് വന്നത്. അപ്പോ ഇന്ന് പ്രിൻസും റോമിക്സും പോയി മെഴുകുതിരികൾ മേടിച്ചോളൂ. വാ റോമാക്സ്. ഗുഡ് മോർണിംഗ് ജോസഫ് അങ്കിൾ. ഞങ്ങൾക്ക് 2 സെറ്റ് മെഴുകുതിരി. ഗുഡ് മോർണിംഗ്. ഇതെന്താ ഇന്ന് നിങ്ങൾ രണ്ടുപേരും മാത്രം? സ്റ്റെഫിയും ആദവും വന്നില്ലേ? ഇല്ല അങ്കിൾ, അവർ വന്നില്ല. ഇന്നലെ ഇവർ വന്നില്ല, ഇന്ന് അവർ വന്നില്ല. ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ.
ഒന്ന് നോക്കാം. പോകുന്നു നേരെ കാർണിവലിന്. എനിക്കെല്ലാ റൈറ്റ്സിലും കയറും. ഇന്ന് നമ്മുടെ ദിവസം. ഓഹോ, അപ്പോ അതാണ് കാര്യം. എന്തൊരു രസായിരുന്നു. അതെ അതെ. ഇനി ഞാൻ ഇല്ല കേട്ടോ, എനിക്ക് വയ്യ ഇത്രയും കള്ളത്തരം പറയാൻ. അങ്ങനെ പറയല്ലേ. ഇനിയും നമുക്ക് കാശ് മാറ്റി വെച്ച് കൊറേ അടിച്ചൊളിക്കണം. എന്റെ പൊന്നുകുരിശ് മുത്തപ്പ, ദേ നോക്കി, പ്രിൻസിന്റെ പപ്പ വരുന്നു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എവിടെയായിരുന്നു ഇതുവരെ? അത് പപ്പ, ഞങ്ങൾ ചർച്ചിലായിരുന്നു. ഇപ്പോഴാ പുറത്തു വന്നത്. സത്യമായിട്ടും അങ്കിൾ, ഞങ്ങൾ എവിടെയും പോയില്ല. അപ്പൊ ഈ ഡ്രസ്സൊക്കെ എങ്ങനെ മുഷിഞ്ഞു? അതോ അങ്കിൾ, അത് ഞങ്ങൾ കാല് തെറ്റി വീണു, അതാ. അതെ അതെ അങ്കിൾ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വീണു, അതാ. ഇന്ന് ബൈബിളിലെ ഒരു അധ്യായം വായിച്ചു. അതിൽ മനോഹരമായ ഒരു കഥയുണ്ടായിരുന്നു. കേൾക്കണോ? കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കും കേൾക്കണോ? നമ്മളെയൊക്കെ ഒരു നല്ല പാഠം പഠിപ്പിക്കുന്ന ആ കഥ.
ശരി, എന്നാൽ കേട്ടോളൂ. ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദമിനും ഹവ്വായ്ക്കും 2 ആൺമക്കൾ ജനിച്ചു, കായീനും ഹാബേലും. കായീൻ ഒരു കർഷകനും ഹാബേൽ ഒരു ആട്ടിടയനായും വളർന്നു. കായീനും ഹാബേലും നല്ല സഹോദരന്മാരായിരുന്നു. പക്ഷെ അവർ ഒരിക്കലും ഒരുമിച്ചിരിക്കാറില്ലായിരുന്നു. എങ്കിലും സഹോദരന്മാരായതുകൊണ്ട് അവർ അന്യോന്യം സ്നേഹത്തോടെ ജീവിച്ചു. ആദമും ഹവ്വായും അവരെ ദൈവം അവർക്ക് കൊടുത്ത സന്ദേശം അറിയിച്ചു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാത്തിനും നന്ദി അർപ്പിക്കുന്നതിനും നമ്മൾ ചെയ്ത പാപത്തിൽ നമ്മൾ എത്രമാത്രം ഖേദിക്കുന്നു എന്ന് കാണിക്കുവാനും ഒരാട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കണം. ദൈവത്തിന് താൻ അർപ്പിക്കുന്ന യാഗം ഏറ്റവും മികച്ചതായിരിക്കണമെന്ന് ഹാബേൽ കരുതി. അവൻ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. അവൻ ഇഷ്ടപ്പെട്ട ആട്ടിൻകുട്ടിയെ യാഗം ചെയ്യാൻ അവന് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ ദൈവം ചോദിച്ചത് നൽകാനായി അവനാൽ കഴിയുന്നത്ര അവൻ പരിശ്രമിച്ചു. എന്നാൽ കായീൻ അവനെ എതിർത്തു. നല്ലൊരു ഇനാം ആട്ടിൻകുട്ടിയെ ദൈവത്തിന് സമർപ്പിക്കണോ എന്നും വാദിച്ചു. താനൊരു കർഷകനാണ് എന്നും തനിക്ക് ലഭിച്ച എല്ലാം ദൈവത്തിന് നൽകാൻ പറ്റില്ല എന്നും വേണമെങ്കിൽ കുറച്ച് വൈക്കോൽ നൽകാമെന്നും കായീൻ തീരുമാനിച്ചു. ആട്ടിൻകുട്ടിയെ ഹാബേൽ മുഴുവനായും ബലിയർപ്പിച്ചത് കായീൻ കണ്ടു. പക്ഷേ അവന്റെ വൈക്കോൽ അഗ്നിക്കിരയാവാതെ അവശേഷിച്ചു. അഗ്നി അതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. അതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ. ദൈവം ഹാബേലിനെ മാത്രമായിരുന്നു ഇഷ്ടപ്പെട്ടത്. കായീൻ ചിന്തിച്ചു, ദൈവം എന്തുകൊണ്ടാണ് എന്റെ യാഗം സ്വീകരിക്കാത്തത്? കായീൻ അസൂയ തോന്നി. വൈക്കോൽ യാഗം ചെയ്യാൻ തുനിഞ്ഞത് അവന്റെ തെറ്റാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. അവന് സഹോദരനോട് പക തോന്നി. എല്ലാറ്റിനും കുറ്റക്കാരൻ ഹാബേലാന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഹാബേലിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും നമുക്കൊരുമിച്ച് കുറച്ചു ദൂരം നടക്കാമോ എന്നും കായീൻ ചോദിച്ചു. സഹോദരനോടൊപ്പം പോകാൻ ഹാബേലിന് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ കോപം കാരണം ഹാബേലിനെ താഴേക്ക് തള്ളി വീഴ്ത്തി നിർദാക്ഷിണ്യം കൊലപ്പെടുത്തി. തന്റെ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ ആരെങ്കിലും തന്റെ തെറ്റ് കണ്ടുപിടിക്കുമോ എന്ന് ഭയപ്പെട്ടു. തന്റെ സഹോദരനെ കൊല ചെയ്തതിൽ ഖേദിച്ചു. ചുറ്റുപാടും ആരുമില്ല എന്ന് മനസ്സിലാക്കിയ കായീൻ ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടു. അപ്പോൾ ദൈവം സംസാരിച്ചു. ദൈവം കായീനോട് അവന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചു. എന്നാൽ ഹാബേൽ എവിടെയെന്ന് തനിക്കറിയില്ല എന്നായിരുന്നു കായീന്റെ മറുപടി. എല്ലാം അറിയുന്ന ദൈവം അവനോട് ഹാബേലിനെ കൊലപ്പെടുത്തിയതിനെ പറ്റി ആരാഞ്ഞു. തനിക്കും മാതാപിതാക്കൾക്കും വേണ്ടിയല്ലേ ഹാബേൽ കഷ്ടപ്പെട്ടത്? ദൈവം ഓർമ്മിപ്പിച്ചു. കായീൻ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തിന് മുൻപിൽ മുട്ടുകുത്തി. അവൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പശ്ചാത്തപിച്ചു. ഈ കുറ്റബോധത്തോടെയും വിഷമത്തോടെയും കായീൻ തന്റെ ബാക്കി ജീവിതം നയിച്ചു. നമ്മൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടത് നമ്മൾ തന്നെ സമർപ്പിക്കണം. അത് നമ്മളാൽ കഴിയുന്ന പോലെ ഏറ്റവും നന്നായി സമർപ്പിക്കണം. അതിൽ നാം വഞ്ചന കാണിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. കായീന്റെ കുറ്റം അവിടെ തുടങ്ങിയിരുന്നു. തെറ്റ് അതെത്ര ചെറുതാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ്. ഒരു കള്ളം നമ്മൾ ചെയ്താൽ അത് മറയ്ക്കാൻ വേണ്ടി എത്രയോ കള്ളങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു കളവ് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരുപാട് കള്ളവും. ഞങ്ങൾ തെറ്റു ചെയ്തു. ഞാൻ പറയാം, ഞങ്ങൾ എല്ലാം എനിക്കറിയാം. ജോസഫ് അങ്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്.
നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനും ഇനി തെറ്റുകൾ ചെയ്യാതിരിക്കുവാനും ജോസഫ് അങ്കിൾ എന്നെയും നിങ്ങളെയും സഹായിച്ചു. കൊച്ചുകുട്ടികൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ മുതിർന്നവർ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് വലിയ ആപത്തിന് വഴിയൊരുക്കും. അവർ തക്ക സമയത്ത് തന്നെ നേർവഴി കാണിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ പുണ്യമല്ലേ? തെറ്റുകൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചോളൂ. ദൈവം നല്ലത് മാത്രമേ വരുത്തൂ. കൊച്ചു കൂട്ടുകാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടമായോ?